ഹായ് ഓൾ, വെൽക്കം ടു CMA മലയാളം. ക്യാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാം ഇനി എക്സാമിന് അധിക ദിവസം ബാക്കിയില്ല. മാക്സിമം ഒരു 10 days നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ടാവുള്ളൂ. ഈ ലാസ്റ്റ് 10 days ആണ് നിങ്ങളുടെ ക്യാറ്റ് റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അതിന്റെ ഔട്ട്കം എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്ന ലാസ്റ്റ് മിനിറ്റ്സ് ആണിത്. സോ ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഇല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി പ്ലാൻസ് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡെയിലി പ്ലാൻസ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഒരു ദിവസം എന്തെല്ലാം ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം, എത്ര മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അറ്റ്ലീസ്റ്റ് 6 to 10 hours എങ്കിലും നിങ്ങൾ ഇനിയുള്ള ദിവസം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതൊരു മിനിമം ടൈം ആണ്. ഇതിന് മാക്സിമം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നിങ്ങളുടെ റിസൾട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 6 to 10 hours എങ്കിലും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാനായിട്ട് പോകരുത്. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് 3 golden rule. റിവിഷൻ, മോക്ക് ടെസ്റ്റ് ആസ് വെൽ ആസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ 3 കാര്യങ്ങളും നിങ്ങളെ നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട്, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും എക്സാമിന്റെ ആ ഒരു ഫോർമാറ്റുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാനും പറ്റുന്ന ഒരു കാര്യമാണ് ഈ 3 കാര്യങ്ങൾ. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ റിവിഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിരിക്കുന്ന പോർഷൻസ് ആയിരിക്കും റിവൈസ് ചെയ്യുന്നത്. അതല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ കയറിയിട്ട് പുതിയ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ടൈം വേസ്റ്റ് ആയിരിക്കും, ടെൻസ്ഡ് ആവും. അതല്ലാതെ ഒരിക്കലും ഒരു നല്ലൊരു റിസൾട്ടിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. സോ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി കവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ടൈമിൽ നിങ്ങൾ നോക്കുക. മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും പാറ്റേൺസിൽ ചേഞ്ച് ഉണ്ടാവാം, ഫ്രീ ആയിട്ടുള്ള കുറെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം മാക്സിമം നിങ്ങൾ കവർ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ റിയൽ ആയിട്ട് എക്സാമിന് എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജനറലി 2018 to 24 വരയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യേണ്ടത്. സോ യു ആർ അണ്ടർ ടൈം പ്രഷർ. ഈ ടൈമിന്റെ ഉള്ളിൽ നമുക്ക് എക്സാം എഴുതി തീർക്കണം. അപ്പൊ അതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യാനും പാനിക് ആവാതെ എക്സാം ടൈമിൽ കൂൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാനും നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഡു VARC, DILR, QA etc. അതായത് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ നോക്കണം. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള 3 ഏരിയാസ് അതിൽ നമുക്ക് വരുന്നുണ്ട്. CMA CAT ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസ്, അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. എഗെയിൻ നിങ്ങൾ ഇതിന്റെയും MCQs ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ CMA CATൽ നെഗറ്റീവ് മാർക്കിംഗ് കൂടി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഫുൾ മോക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീക്കർ ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്നുള്ളതും നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ളതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു ക്വസ്റ്റ്യൻ ഈ 3 ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒന്നിൽ നിങ്ങൾ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, വേറൊരു ഏരിയയിൽ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം. സോ ഈ 3 ഏരിയാസ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. CMA CATൽ ഇപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ എന്ന് പറയുന്ന ഇപ്പൊ പാർട്ട് 1 വരുന്നുണ്ടെങ്കിൽ ഇത് 2 പേപ്പറിലും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് 100 മാർക്ക് വരുന്നത്. ഇതിൽ നിങ്ങൾ സ്ട്രോങ് ആസ് വെൽ ആസ് വീക്ക് ഏരിയാസ് ഉണ്ടാവും. അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസിൽ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ സ്ട്രോങ് ഏരിയയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, മറ്റതിന് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അഗ്രിഗേറ്റ് ആയിട്ട് 100 നിങ്ങൾ പാസ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കാം. So that is our first strategy. 3 golden rule. We are focusing revision, mock test as well as previous question papers. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക? ഹൗ ടു സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന
VARC, Verbal Ability and Reading Comprehension, DILR, that is Data Interpretation and Logical Reasoning, QA, Quantitative Aptitude. ഈ 3 ഏരിയാസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ആ 3 സെക്ഷൻസും നിങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ 3 ഏരിയാസും കവർ ചെയ്തിട്ട് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ സെക്ഷൻ മാത്രമായിരിക്കും അതിൽ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിങ്, തേർഡ് റൂൾ, ദാറ്റ് ഈസ് ടോപ്പിക് ടു സ്കിപ്പ് ആൻഡ് ഫോക്കസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ലേൺ ന്യൂ ടോപ്പിക്സ്, റിഫൈൻ ദ എക്സിസ്റ്റിംഗ് ടോപ്പിക്സ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ ഇപ്പം അരിത്തമെറ്റിക്കും ആൾജിബ്ര ഉണ്ടാവും. ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. പക്ഷേ ഈ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ മോഡേൺ മാത്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബിക്കോസ് വേസ്റ്റ് ഓഫ് ടൈം ആണ്. കാരണം ഇത്രയും ഏരിയാസ് നിങ്ങൾ ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ബട്ട് ഹാർഡ്ലി ഒരു 3 or 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു ഏരിയയിൽ നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ DILR എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ വെൻ ഡയഗ്രാം ആയിരിക്കാം, റൂട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് ആയിരിക്കാം, ഗെയിംസ് ആൻഡ് ടൂർണമെന്റ്സ് ആയിരിക്കാം. ഏത് ടോപ്പിക് ആണോ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ആ ഒരു സെക്ഷൻ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജോമെട്രി പോർഷൻ ലാസ്റ്റിലേക്ക് വെക്കാം. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഹ്യൂജ്. നമുക്കത് അവസാനത്തേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ അവസാനം എത്തുമ്പോഴേക്കും വീണ്ടും ഈ ഫോർമുലാസ് എല്ലാം മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സെഷൻ മാത്രം നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് നിങ്ങളുടെ VARC സ്ട്രോങ് ആക്കാൻ നോക്കുക. വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ അത് സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാമിൽ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ്. ബാലൻസിങ് ദ സ്ട്രോങ് ആസ് വെൽ ആസ് വീക്ക് സെഷൻസ് ഇൻ ദ റൈറ്റ് വേ. നമ്മൾ ചില ഏരിയയിൽ നമ്മൾ സ്ട്രോങ് പോയിന്റ് ആയിരിക്കും, ചിലത് നമ്മൾ വീക്ക് സെക്ഷൻ ആയിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എക്സാമിന് അത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് ഗിവ് ടു മച്ച് ടൈം ഇൻ വൺ സെക്ഷൻ. ഒരു സെക്ഷൻ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കരുത്. ഓരോ സെക്ഷനും നിങ്ങൾ എത്ര ടൈം വെച്ചിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നുള്ള ഒരു സെക്ഷൻ കട്ട് ഓഫ് നിങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് VARCയിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഏരിയ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിലൊരു കൺസിസ്റ്റന്റ് സ്കോർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡെയിലി റൊട്ടീൻ ആഫ്റ്റർ യുവർ അഡ്മിറ്റ് കാർഡ് റിലീസ്ഡ്, അതായത് സ്ലോട്ട് വൈസ് ഒക്കെ എങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ ടൈം സ്ലോട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു മോർണിംഗ് സ്ലോട്ട് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആ ടൈമിലായിരിക്കണം കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റോ എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റഡി സൈക്കിൾ വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. രാവിലെ നേരത്തെ എണീക്കുക, നോർമൽ എങ്ങനെയാണോ റിവൈസ് ചെയ്യുന്നത് ആ ഒരു ഫുൾ റിവിഷൻ കണ്ടക്ട് ചെയ്യുക, ദെൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 3 മോക്ക് ടെസ്റ്റ് എങ്കിലും ഒരാഴ്ച നിങ്ങൾ ചെയ്തിരിക്കണം. ആൻഡ് 2 സെക്ഷൻസ് പെർ വീക്ക് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ പറ്റും. ഡെയിലി ചെയ്തില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം. ആൻഡ് ഹൗ ടു സിമുലേറ്റ് റിയൽ ക്യാറ്റ് കണ്ടീഷൻ. റിയൽ ക്യാറ്റ് എക്സാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി അവർ തരുന്നത് A5 ഷീറ്റ് പേപ്പർ ആയിരിക്കും. അതായത് A4 ഷീറ്റിനേക്കാളും ചെറിയ പേപ്പർ ആയിരിക്കും A5 ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറച്ച് സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ ഒരു ബുക്ക് ഫുൾ എടുത്തിട്ട് നമ്മളെല്ലാം വർക്ക്ഔട്ട് എല്ലാം ചെയ്യുന്നത് പോലെ അത്രയും ഒരു സ്പേസ് അതിന് അവൈലബിൾ ആയിരിക്കില്ല. സോ ആ ഒരു കുറഞ്ഞ സ്പേസിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ A5 ഷീറ്റിൽ തന്നെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു A4 ഷീറ്റിനെ കട്ട് ചെയ്ത് അതിന് ചെറിയൊരു പീസ് ആക്കിയിട്ട് അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗീവ് മോക്സ് ഇൻ റിയൽ കണ്ടീഷൻ. റിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എക്സാം ഹാളിൽ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സൗണ്ട്സ് വരാം. അപ്പോൾ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നതിന്റെ സൗണ്ട് ഉണ്ടാവും, ചെയർ വലിക്കുന്നതിന്റെ സൗണ്ട് ഉണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് തരുന്നതിന്റെ സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ നോയ്സസ് പലതും ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലോട്ട് എൻറ്റർ ചെയ്യാനായിട്ട്. സ്റ്റാർട്ടിങ് ടൈമിലേക്ക് ചിലപ്പോൾ ഈ പറയുന്ന നോയ്സ് ഉണ്ടാവാം,
അലർട്ട് മെസ്സേജസ് ഉണ്ടാവാം, ബെല്ലടിക്കുന്നുണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ബെഡ്റൂമിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുമ്പം കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഫുൾ ഫോക്കസ് നിങ്ങൾക്ക് പ്രോബ്ലത്തിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ റിയൽ എക്സാമിലോട്ട് വരുന്ന സമയത്ത് പലതരത്തിലുള്ള നോയ്സ് വരുമ്പോൾ നിങ്ങൾക്കത് ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു നോയ്സി ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ഡിസ്ട്രാക്ഷൻസ് വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രാക്ടീസ് ഇൻ എ നോയ്സ് എൻവയോൺമെന്റ്, ദാറ്റ് ഈസ് ഗുഡ്. നോയ്സ് എൻവയോൺമെന്റ് പറഞ്ഞാൽ ഒരുപാട് ബഹളമുള്ള എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നല്ല. ബട്ട് ചെറിയ രീതിയിലുള്ള നോയ്സ് ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട്. ആൻഡ് another important thing, stop comparing mock score. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ 99% സ്കോർ ചെയ്യണമെന്നോ നിർബന്ധമൊന്നുമില്ല. ഇനീഷ്യൽ ടൈമിൽ നമ്മുടെ സ്കോർ ലോവർ ആയിരിക്കും, ബട്ട് ആക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിന് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഡൗൺ ആവാനായിട്ട് പറ്റില്ല. നമ്മൾ പ്രീവിയസ്ലി അറ്റൻഡ് ചെയ്തത് വെച്ചും നമ്മുടെ നോളജ് വെച്ചും നമുക്കൊരു ഗ്രോത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അറിയാലോ, ഒരുപാട് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5 lakh സ്റ്റുഡൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിയർലി ഒരു 1 lakh സ്റ്റുഡൻസ് ആയിരിക്കും സീരിയസ് പ്രിപ്പറേഷൻസ് നടത്തിയിട്ട് എക്സാമിന് വരുന്നത്. ഈ പറയുന്ന പോലെ കറക്റ്റ് 6 അല്ലെങ്കിൽ 10 hours പഠിക്കുന്നു, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുന്ന സ്റ്റുഡൻസ്. ബാക്കി എല്ലാവരും ചിലപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ടാവാം, അവർക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, വർക്കിന്റെ ഇടയിൽ കൂടെ ചെയ്യുന്നവരുണ്ടാവും, ഫ്രണ്ട്സ് എഴുതുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഉണ്ടാവും, ഫാമിലി പ്രഷർ കാരണം എഴുതുന്നുണ്ടാവും. അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ആകെ ഒരു 1 lakh സ്റ്റുഡൻസ് ആയിരിക്കും അതിൽ വരുന്നത്. അതിൽ തന്നെ ഒരു 10,000 സ്റ്റുഡൻസ് ആയിരിക്കും മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരുന്നുണ്ടാവുക. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് 95% മോക്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് മോക്ക് ടെസ്റ്റിൽ തന്നെ 95 സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിയൽ എക്സാമിൽ 99% സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ലേൺ ഫ്രം മോക്ക്. നമ്മൾക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അടുത്ത അറ്റംപ്റ്റിൽ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഈ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്സ് ഒന്നും തന്നെ അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ 70 ആണെങ്കിൽ ഓക്കെ, 70% ഈസ് ഗുഡ് ഫോർ ദ ബിഗിനർ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാജുവലി ആ ഒരു സ്കോർ ഇംപ്രൂവ് ചെയ്ത് വരണം. അത് 80, 85, 90, 95 എന്നുള്ള ലെവലിലേക്ക് ഇംപ്രൂവ് ചെയ്യണം. സോ ഇനിയും നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മോക്ക് സ്കോർ ഇൻക്രീസ് ചെയ്ത് ടോപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ആൻഡ് സ്മാർട്ട് മോക്ക് അനാലിസിസ് ആൻഡ് യൂസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആസ് മോക്ക്. അപ്പൊ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെസ്റ്റ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാ രീതിയിലും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 2018 to 2024 അറ്റൻഡ് ചെയ്യുക. എക്സാം പാറ്റേൺ, ടൈമിംഗ് ആൻഡ് സെക്ഷൻ വൈസ് കട്ട് ഓഫ്, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ജസ്റ്റ് ഫോക്കസ് ഓൺ ടോപ്പിക് വൈസ് ക്യാറ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ 3 ഏരിയാസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, VARC, DILR, QA. ഇതിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് അതിൽ തന്നെ ഓരോ ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അതിൽ ഏത് ഏരിയ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ഏതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, അങ്ങനെ ഓരോ സെക്ഷനിൽ തന്നെ സബ്സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് അവോയ്ഡ് ബേൺഔട്ട്സ് ആൻഡ് സ്റ്റേ മെന്റലി ഷാർപ്പ് ബിഫോർ ദ ഡേ. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കും. നിങ്ങൾ എക്സാമിൽ മെന്റലി ഷാർപ്പായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പല ഡിസ്ട്രാക്ഷൻസും വരാം. ഫാമിലി പ്രഷർ ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സിന്റെ അവർ ഇത്ര പഠിച്ചു കഴിഞ്ഞു, ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സ്ട്രെസ് വരാം. അതേപോലെ എക്സാം ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു, ഇനി ദിവസങ്ങളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെയും എല്ലാ രീതിയിലുള്ള സ്ട്രെസ്സും നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ പ്രോബ്ലം സോൾവിങ് പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ ഇതിലേക്ക് നിങ്ങളുടെ ചിന്തകളെ മാറ്റാനായിട്ട് ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ദാറ്റ് ഈസ് വാട്ട് എവറി ടോപ്പേഴ്സ് ഫോളോസ്. ബിക്കോസ് മാക്സിമം ക്വസ്റ്റ്യൻസും ആ ഒരു മോക്ക് ടെസ്റ്റിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ അത്രയും നല്ല മോക്ക് ടെസ്റ്റ് ചൂസ് ചെയ്താൽ മാത്രമായിരിക്കും ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ചൂസ് ദ ബെസ്റ്റ് മോക്ക് ടെസ്റ്റ് ഫ്രം ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അങ്ങനെ വരുന്ന സമയത്ത് മാക്സിമം ഏരിയാസ് കവർ ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് ആയിരിക്കും അതിലെല്ലാം തന്നെ വരുന്നത്. ആൻഡ് ഫൈനൽ മെസ്സേജ് ടു മൈ ഡിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് ടൈം ടു മേക്ക് യുവർ സെൽഫ് പ്രൗഡ്. ഇനി അധികം ദിവസം ബാക്കിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒന്നും തന്നെ പ്രൂവ് ചെയ്യാനില്ല. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടതെല്ലാം നിങ്ങളോട് മാത്രമാണ്. സോ ടേക്ക് എ ഡീപ് ബ്രെത്ത്, കാം ആയിട്ടിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക.
ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി റൊട്ടീൻ ഇപ്പൊ തന്നെ തയ്യാറാക്കിയിട്ട് ഇപ്പൊ മുതൽ പഠിക്കാനായിട്ട് നോക്കുക. നാളത്തേക്ക് ഒന്നും മാറ്റി വെക്കരുത്. ഈ ഒരു മൊമെന്റ് ഫ്രം ദിസ് ടൈം ഓൺവേർഡ്സ് നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. സ്ട്രാറ്റജീസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു സ്ട്രോങ് റിസൾട്ട് കിട്ടട്ടെ. അപ്പൊ അതിനായിട്ട് നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ലക്കും എല്ലാം നിങ്ങളെ ഫേവർ ചെയ്തിട്ട് വരാനായിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും എല്ലാവർക്കും ഉണ്ടാകട്ടെ. സോ ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ക്യാറ്റ് എക്സാമിൽ എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പൊ ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി സ്റ്റുഡൻസ്. താങ്ക് യു.